ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തേക്കും. രാവിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നു. ശബരിമല സന്നിധാനത്തും SIT പരിശോധന. പരിഹാരമാകാതെ ഹിജാബ് വിവാദം. സെയിന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ല എന്ന് സർക്കാർ. പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി. ഒരു അവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഹിജാബ് ധരിക്കാതെ എത്താമെന്ന സമ്മതപത്രം വേണമെന്ന ഉറച്ച നിലപാടിൽ മാനേജ്മെന്റ്. സമ്മതപത്രം നൽകാതെ കുട്ടിയുടെ മാതാപിതാക്കൾ. നേതാക്കൾക്കെതിരെ തുറന്നടിക്കുന്ന G. സുധാകരനെ വിടാതെ CPM. 2021 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. എച്ചലാം SDPIക്കാരനാണെന്ന പ്രചാരണത്തിൽ മൗനം പാലിച്ചു. ഉത്തരവാദിത്തം നിറവേറ്റാത്ത സുധാകരനെതിരെ കടുത്ത നടപടിയെടുക്കാത്തത് ദീർഘകാല സേവനം പരിഗണിച്ചെന്നും രേഖ. അമ്പൂരിയിൽ കൂൺ കഴിച്ച് 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരു കുടുംബത്തിലെ 6 പേരെ. പാകം ചെയ്ത് കഴിച്ചത് വീടിന് സമീപത്തെ പറമ്പിലെ കൂൺ. കളക്ടറെ ഉപരോധിച്ച് കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുന്നതിൽ പ്രതിഷേധം. 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. ഇനെന്തെന്ന് നമ്മളിങ്ങനെ കാത്തിക്കേണ്ടത്? അപ്പോൾ ഇപ്പൊ സാറിനെ കണ്ടപ്പോൾ പറയുന്നത് എന്തോ ക്യാബിനറ്റിലേക്ക് അയച്ചിട്ടുണ്ട്, അതുവരെ എപ്പോൾ വരും അത് അവർക്ക് അറിയില്ല. നമ്മൾക്ക് ഇനി കാത്തിക്കാൻ പറ്റൂല. നമ്മളിവിടെ ഇരിക്കാൻ തയ്യാറായിട്ട് വന്ന് നമ്മൾ പോവില്ല. നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം ഞങ്ങൾക്ക് എഴുതി തരണം. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേർക്ക് ചികിത്സ നൽകും എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നെ. ട്രംപിനെ തള്ളി ഇന്ത്യ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. മുൻഗണന ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്കെന്ന് ഇന്ത്യ. ഇന്ത്യൻ ജനതയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും താൽപര്യങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് റഷ്യ. ഏറ്റവും പ്രധാന വാർത്ത, ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. രാവിലെ വീട്ടിൽ നിന്നാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിട്ട് തന്നെ മണിക്കൂറുകളായി. ഡാൻ, എവിടെയാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്? നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലുടെ പുറത്തു വരിക, അതോടുകൂടി സ്വർണ്ണപ്പാളി മോഷണത്തിന്റെ അന്വേഷണം തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുക, അങ്ങനെ ഒരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ടോ? അങ്ങനെയല്ല. അതായത് നിലവിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ. പോലീസ് ആസ്ഥാനത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പത്തനംതിട്ടയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ എന്താണ് സ്ഥിരീകരിക്കാവുന്നത് എന്നതിൽ വ്യക്തമായ മറുപടി ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല. പക്ഷേ പോലീസ് ആസ്ഥാനത്തുണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR-ൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ 9 ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന അവിശുദ്ധ ബന്ധത്തിലൂടെയാണ് ഈ 494 ഗ്രാമിലേറെ വരുന്ന സ്വർണ്ണപ്പാളിയിലെ ഈ സ്വർണം അവിടെ നിന്ന് ഉരുക്കി എടുത്തുകൊണ്ട് പോയത്, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ആദ്യം കണ്ടെത്തിയത്. അതിന്റെ തുടർച്ച എന്ന പദമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം ചോദ്യം ചെയ്യുന്നു. അതിന് പിന്നാലെ ദേവസ്വം ബോർഡിലെ ഈ 9 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അതിനുശേഷമേ ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. അതോ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അറസ്റ്റ് ചെയ്തുകൊണ്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത ഉരുത്തിരികയുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും
ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ട്. ഇനി 5 ആഴ്ചയാണ് ബാക്കിയുള്ളത്. ആ 5 ആഴ്ച എന്ന് പറയുമ്പോൾ ഏതാണ്ട് 37 ദിവസം വരും. ആ 37 ദിവസത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിച്ച് സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന വലിയ വെല്ലുവിളി SITയെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടപടികൾ തിടുക്കത്തിലാക്കുന്ന തരത്തിലേക്ക് SIT ഇപ്പോൾ കടന്നിരിക്കുന്നു. ഡാൻ, നടപടിക്രമങ്ങൾ പാലിക്കാതെ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്, എവിടെയാണ് എന്നറിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നു. അത് പക്ഷേ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന ഒരു അവസ്ഥയില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് പോകുക എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ആ തരത്തിൽ തന്നെ ഇപ്പോൾ വിലയിരുത്താം, അല്ലേ? പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ആണ് അറസ്റ്റ്. അങ്ങനെ മാത്രമേ ഉദ്യോഗസ്ഥരും പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ, കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഒരു തരത്തിലും പറയാൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സാധനം. അതായത് അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് സമയത്ത് വേണമെങ്കിലും ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ FIRൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. മുമ്പുള്ള കേസുകളിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലും പെട്ടെന്ന് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി മാറുമോ എന്നൊരു ആശങ്കയുണ്ട്. അതായത് തെളിവുകൾ പരമാവധി ശേഖരിച്ചതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴുതടച്ച് മുറുക്കിയതിന് ശേഷം കൃത്യമായി പ്രതിരോധത്തിലാക്കിയതിനു ശേഷം മാത്രം മറ്റ് തുടർ നീക്കങ്ങളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു വിലയിരുത്തൽ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിൽ നിർണായകമായ ചില വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. പക്ഷേ അത് എന്തൊക്കെയാണ്, ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുള്ളവരിലേക്കോ അന്വേഷണം നീളുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്ന ചോദ്യം. അതാണ് ഡാൻ. തിരികെ എത്താം. കിരൺ ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നു. കിരൺ ബാബു, 6 ആഴ്ചയ്ക്കുള്ളിൽ SIT 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഡാൻ പറഞ്ഞതനുസരിച്ച് ഇനി 5 ആഴ്ചയാണ് ബാക്കിയുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക, അത് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള ചില സൂചനകൾ വരിക, അത് സ്ഥിരീകരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചെയ്യൽ ഈ TDP ഉദ്യോഗസ്ഥർ അപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. ഇത് അന്വേഷണത്തെ ത്വരിതപ്പെടുത്തുമോ? അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് ഈ പെട്ടെന്നുള്ള ഈ ചോദ്യം ചെയ്യലിലും, അതൊരു പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നതിലും അങ്ങനെ വിലയിരുത്തണോ? അപർണ, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് പ്രതിപക്ഷം ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴത്തെ ഒരു വിഷയം മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന ഈ സമാനമായ വിഷയങ്ങളടക്കം അന്വേഷണം പോകണമെന്നാണ് സ്വാഭാവികമായും സർക്കാർ ആഗ്രഹിക്കുന്നത്. അന്വേഷണ സംഘത്തിനും അത്തരത്തിലേക്ക് തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ മുന്നിലുള്ള തുമ്പ് എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഏത് കാലം മുതലാണ് ഇത്തരത്തിലേക്കുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള കളവുകൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്, തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരുന്നത്? ആ തട്ടിപ്പിന്റെ സ്വഭാവം എന്താണ്? സമാനമായ രീതിയിൽ മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, ഇത് നിയമസഭയിലടക്കം പറഞ്ഞത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചും അങ്ങനെയാണെങ്കിൽ താങ്കൾ തെളിവ് കൊണ്ടുവരൂ അല്ലെങ്കിൽ വനവാസത്തിന് പോകാൻ തയ്യാറാവൂ എന്നുള്ള വെല്ലുവിളിയും ഒക്കെ ഉയർത്തിയിരുന്നു. അത്തരം വിഷയങ്ങളൊക്കെ, അത്തരം വെല്ലുവിളികളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ സമാനമായ തട്ടിപ്പുകളോ അല്ലെങ്കിൽ കളവോ നടന്നിട്ടുണ്ടോ? അത്തരം വിഷയങ്ങളിൽ കൂടി അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ആൾ അല്ലെങ്കിൽ പോലീസിനും അന്വേഷണ സംഘത്തിനും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുമ്പ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമീപകാലത്തെ ബന്ധം കൂടുതലും ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരുമായും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഭരണത്തിലെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവസ്വത്തിൻ്റെ വിവിധ തന്ത്രി അടക്കമുള്ളവരുമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ തന്ത്രിക്ക് അല്ലെങ്കിൽ ദേവസ്വം ഈ തന്ത്രിമാർക്ക് അവിടെ കാലാകാലങ്ങളിൽ ചുമതല വെച്ച് തന്ത്രിമാർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? അത്തരത്തിലേക്കുള്ള ചില സംശയങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ രേഖയിൽ അത് ചെമ്പുപാളിയായി മാറുന്നു. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണപ്പാളി ഇളക്കേണ്ട അവസ്ഥ ഉണ്ടായത്? ആ പാളി ഇളക്കി വീണ്ടും സ്വർണം കൊണ്ടുവന്നപ്പോൾ വേണ്ട നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല? ഈ സമയത്തൊക്കെ അനുമതി വാങ്ങിക്കേണ്ട ആളുകളൊക്കെ അവിടെയുണ്ട്. പ്രധാനമായും ശബരിമലയുടെ സന്നിധാനത്ത് നിന്നും ഇത്തരം സാധനങ്ങളൊക്കെ ഇറക്കുമ്പോൾ തന്ത്രിയുടെ അനുമതിയൊക്കെ ആവശ്യമാണ്. കിരൺ, ദയവായി തുടരുക. ഞാൻ തിരികെ വരാം കിരണിലേക്ക്. ഡാൻ കുര്യലിലേക്ക്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ
പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു നമുക്ക് ചേരും. ശ്രീ ആർ വി ബാബു, വളരെ കൃത്യമായി അന്വേഷണം നടക്കുകയാണ് എന്ന് സർക്കാരിന് അവകാശപ്പെടാവുന്ന രീതിയിലേക്കുള്ള ചോദ്യം ചെയ്യലൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായ ഉത്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് നയിക്കുമായിരിക്കും. അപ്പോൾ ശുഷ്കാന്തിയോടുകൂടി അന്വേഷണം നടത്തുകയാണ് ഭരണകൂടം എന്നുള്ളൊരു അവകാശവാദം വരാം. എങ്ങനെയാണ് അത് തള്ളിക്കളയുക? ഈ അന്വേഷണവും ഭരണകൂടത്തിന്റെ അവകാശവാദവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഈ അന്വേഷണം പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വരെ ഹൈക്കോടതി ആണ് നിശ്ചയിച്ചത്. ഒരു പോലീസ് ഓഫീസറെ വരെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്. സാധാരണ ആരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് പറയാറ്. ഇത് അതുമാത്രമല്ല, അന്വേഷണ സംഘത്തിൽ വരെ ആര് വേണം എന്ന് നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്കാണ് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയന് ഈ അന്വേഷണത്തിന്റെ പുരോഗതിയിലോ അന്വേഷണത്തിന്റെ സ്വഭാവത്തിലോ എന്ത് അവകാശപ്പെടാനാണുള്ളത്? എന്താണ് അദ്ദേഹത്തിന്റെ മേന്മയായിട്ട് അവകാശപ്പെടാവുന്നത്? സർക്കാർ പൂർണ്ണമായും സർക്കാരിനെ മാറ്റി നിർത്തിയിട്ട് സർക്കാരിൽ വിശ്വാസമില്ലാത്തൊരു സ്ഥിതിയല്ലേ ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാവുന്നത്? സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള അന്വേഷണം കൊണ്ട് ഈ കേസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്ന് കോടതിക്ക് തന്നെ തോന്നിയിട്ടല്ലേ റിപ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് കോടതിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിൽ കോടതിക്ക് വിശ്വാസമില്ല എന്നല്ലേ അതിന് അർത്ഥം? ഇത് വളരെ വ്യക്തമല്ലേ? എന്നിട്ട് അതിലെ കോടതി ഭരണകൂടത്തിന് എന്ത് മേനിയാണെന്ന് അടിക്കാനുള്ളത് ഈ കാര്യത്തിൽ? ശ്രീ ആർ വി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അങ്ങനെ പറയപ്പെടുന്നു. അത് അഭ്യൂഹങ്ങളാണ്. ശബരിമല തീർത്ഥാടന സീസൺ തുടങ്ങുന്നതിന് മുൻപേ അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഹൈക്കോടതി തീരുമാനിച്ച SIT ആണെങ്കിലും അത് LDF സർക്കാരിന്റെ ഒരു ഇമേജ് മിനുക്കാനുള്ള ഒരു രാഷ്ട്രീയ നാടകമൊക്കെ ആയി മാറും എന്ന് ഹിന്ദു ഐക്യവേദി കരുതുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ അവസാനിക്കുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ആ അന്വേഷണം എത്താൻ പോകുന്നത് യാതൊരു സംശയവും വേണ്ട, അത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് നേരെയായിരിക്കും. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇതിൽ കുറ്റക്കാരാണെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് ഇതിലൊക്കെ വന്നു കഴിഞ്ഞു. ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ചത് ആരാണ്? പിണറായി വിജയനല്ലേ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അന്ന് നിശ്ചയിച്ചത്. പിണറായി വിജയനും ഈ സർക്കാരിനും ദേവസ്വം ബോർഡ് അംഗങ്ങൾ നടത്തിയ കൊള്ളയ്ക്ക് ഉത്തരവാദിത്വം, ആ കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ആ ദേവസ്വം ബോർഡ് ചെയ്ത കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിലെ ഉത്തരവാദികൾ. ആ കൊള്ളയിൽ നിന്നും പിണറായി വിജയന് മാറി നിൽക്കാൻ കഴിയില്ല. വിശ്വാസികൾ പിണറായി വിജയന്റെ ഗവൺമെന്റിന് മാപ്പ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ദേവസ്വം ബോർഡിലേക്ക് മാത്രമല്ല അന്വേഷണം എത്താൻ പോകുന്നത്. ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തും, അതുവഴി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം പോകും. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോയാൽ അന്നത്തെ ദേവസ്വം മന്ത്രി, അന്നത്തെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, CPM നേതാക്കന്മാരൊക്കെ കൂട്ടുപ്രതികളാവുന്ന സാഹചര്യം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട, നിങ്ങൾ കാത്തിരുന്നോളൂ. യഥാർത്ഥ അന്വേഷണമാണ് ഈ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെങ്കിൽ, ആ അന്വേഷണത്തിന്റെ ഗതി ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ CPM-ന്റെ നേതാക്കളടക്കം പ്രതികളാവും. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള അവതാരം വെറുതെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ലെന്നേ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കിക്കൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപകരണമാക്കിക്കൊണ്ട് ഈ രാഷ്ട്രീയക്കാർ, ഈ പറയുന്ന CPM നേതാക്കന്മാർ, അതേപോലെ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് CITU നേതാക്കന്മാർ, ഇവരൊക്കെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കൊള്ളയാണ്. ശബരിമലയെ കൊള്ളയടിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ പുറത്തു വരും. പിന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഏത് അടിസ്ഥാനത്തിലാണ്? പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇപ്പോ പെരുവഴിയിൽ മുണ്ടഴി നിൽക്കുകയാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാതെ, ഒന്നിലും ഒരു ജനങ്ങളുടെ വിശ്വാസം ലഭിക്കാത്ത തരത്തില് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഇമേജാണ് ഇപ്പോ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിനുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. ഇനി ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും പിണറായിയുടെ സർക്കാർ വിശ്വാസികളോട് ചെയ്ത പാപം കളയാൻ സാധ്യമല്ല. 7 ജന്മം കഴിഞ്ഞാലും പിണറായിക്ക് ആ പാപത്തിൽ നിന്ന് മുക്തിയുണ്ടാവില്ല വിശ്വാസികളുടെ ദൃഷ്ടിയിൽ.
റൈറ്റ്, നന്ദി. ഹിന്ദു ഐക്യവേദി ശ്രീ ആർ വി ബാബുവാണ് പ്രതികരിച്ചത്. ഇടത് സർക്കാരിന്റെ കൈ ശുദ്ധമാകുന്നില്ല, ഏത് തരത്തിൽ അന്വേഷണം നടന്നാലുമെന്ന് ഹിന്ദു ഐക്യവേദി ആവർത്തിക്കും. ഇപ്പോൾ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ നമുക്കൊപ്പം ചേരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇങ്ങനെ ഒരു കസ്റ്റഡി എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ആവർത്തിക്കുകയാണോ? അങ്ങനെ കൃത്യമായ രീതിയിൽ SITയുടെ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ളൊരു ആരോപണം അഭിഭാഷകനായ താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഹലോ, എവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം? നോ ഐഡിയ. വെരി സോറി, നോ ഐഡിയ. നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറയാൻ സാധാരണ ഇന്ന് രാവിലെ വാട്ട് ഐ ഗോട്ട് ദ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അയാള് പുളിമാത്ത് വീട്ടിലുണ്ടായിരുന്നു. ഇതിനു മുമ്പായിട്ട് അയാള് ഈ ഹൈക്കോർട്ടിൽ നിന്നുള്ള ഡയറക്ഷൻ, ഹൈക്കോർട്ടിൽ നിന്ന് ഇതുപോലെ ജഡ്ജ്മെന്റ് വന്നല്ലോ. ജഡ്ജ്മെന്റ് വന്നത് അവര് നമ്മൾ അറസ്റ്റിന് റെഡിയാണ്. അറസ്റ്റിനോ കസ്റ്റഡിയൽ ഇന്ററോഗേഷനോ എന്ത് കാര്യത്തിനോ ഹീസ് ഓപ്പൺ. അപ്പം ഐ അഡ്വൈസ്ഡ് ഹിം ടു ബി അറ്റ് ഹിസ് ഹൗസ്. അയാൾ വീട്ടിലുണ്ടായിരുന്നു. പുളിമാത്ത് വീട്ടിൽ നിന്ന് രാവിലെ വിളിച്ചോണ്ട് പോയി. ആര് വിളിച്ചോണ്ട്, എവിടെ വിളിച്ചോണ്ട്, എന്ത് കാര്യത്തിന് വിളിച്ചോണ്ട് എന്ന് വി നോ ഇൻഫർമേഷൻ അറ്റ് ഓൾ. ഇപ്പോഴറിയുന്നു, ഇപ്പം ചാനലിൽ നിന്ന് അറിയുന്നു അയാൾ അറസ്റ്റ് രേഖപ്പെടുത്തി, അയാളെ കസ്റ്റഡി മേടിക്കും, റാന്നിയിൽ അയാൾ ഹാജരാക്കുന്നു മറ്റൊക്കെ പറയുന്നു. ദിസ് ഇസ് ഓൾ ദി ഇൻഫർമേഷൻ ദാറ്റ് ഐ ഹാവ്. അങ്ങേക്കുള്ളതുപോലെ ഇൻഫർമേഷൻ മാത്രമേ എനിക്കുള്ളൂ, നത്തിങ് എൽസ്. അതായത് ഈ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ കൊടുക്കേണ്ട നോട്ടീസ് അടക്കം കൊടുത്തിട്ടില്ല എന്നാണ്? മാഡം, സോ ഫാർ ഹിസ് അറസ്റ്റ് ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ്. ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചോ? ഐ ഡോണ്ട് നോ. ഒന്നും അറിയത്തില്ല. അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ചെയ്തില്ലേ ഒന്നും അറിയത്തില്ല. ഓൾ ദാറ്റ് വി നോ ദാറ്റ് ഹി ഹാസ് ബീൻ പിക്ക്ഡ് അപ്പ് ഫ്രം ഹിസ് ഹൗസ്. ഹൂ പിക്ക്ഡ് ഹിം അപ്പ്, ഫോർ വാട്ട് റീസൺ, നോബഡി നോസ്. നത്തിങ് ഓൺ റെക്കോർഡ്. ഇനിയിപ്പോ നാളെ എന്തെങ്കിലും കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ഇറ്റ് മേ ബി ദെയർ. വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എപ്പോഴാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് എന്നതടക്കമുള്ള രാവിലെ കൊണ്ടുപോയി. നത്തിങ്. രാവിലെ കൊണ്ടുപോയി. പുളിമാത്ത അയാളുടെ വീട്ടിൽ നിന്ന് രാവിലെ കൊണ്ടുപോയി എന്നാണ് അവരുടെ റിലേറ്റീവ്സ് എന്നെ വിളിച്ച് പറഞ്ഞത്. അതിനുശേഷം വി ഹാവ് നോ ഐഡിയ. അവിടെ നിന്നൊക്കെ അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആർ ദേർ. അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആർ ദേർ ദാറ്റ് ഹി ഈസ് ബീങ് ക്വസ്റ്റ്യൻഡ്, ഹി ഈസ് ബീൻ ടേക്കൺ ഇൻടു കസ്റ്റഡി ടു സം സീക്രട്ട് പ്ലേസ് ആൻഡ് ഈസ് അണ്ടർ ഇന്ററോഗേഷൻ. നത്തിങ് എൽസ് വി നോ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചില നടപടിക്രമങ്ങൾ ആ തരത്തിലാണ്. അങ്ങനെയുള്ള ഒരു ന്യായീകരണം ഇതിനകത്ത് whether it is a big agency or a small agency, that is not the question. The question is, when a person is taken into custody, he should be supported by some record. അതൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ല. നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല. Madam, so far nothing has come on record. മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഈ സമയത്തുണ്ടോ നിങ്ങൾക്ക്? So far nothing. We don't know anything about it. Relatives also don't know anything about it. അതേത് തരത്തിലാണെങ്കിലും if you ask me whether the police have taken into custody, if you ask me police ആണോ കസ്റ്റഡി എടുത്തെന്ന് ചോദിച്ചാൽ, very sorry, I cannot tell you because we don't have any communication at all. ഇനി കമ്മ്യൂണിക്കേഷൻ വന്നാൽ ഓക്കെ. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതും മാധ്യമങ്ങൾ അത് മാഡം അറിയുന്നത് പോലെ ഈ ചാനൽ ന്യൂസിൽ നിന്നാണ് ഇങ്ങനെ ന്യൂസ് കിട്ടുന്നത്, അല്ലാതെ നോട്ട് ഒഫീഷ്യലി. ഓക്കെ. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ല ആര് വിളിച്ചുകൊണ്ടുപോയി എവിടെയാണ് ചോദ്യം ചെയ്യുന്നത് അറിയില്ല എന്ന് പറയുന്നത്. The point is this: if the police have taken him into custody, he should be supported by some custodial record. There's nothing on it. Nothing on record. ശരി അഡ്വക്കേറ്റ്. ഓക്കെ, നന്ദി. ഓക്കെ, അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ ഒരിക്കൽ കൂടി കിരൺ ബാബുവിലേക്ക്. കിരൺ, ഓക്കെ, ഞാൻ ഡാൻ കുര്യനിലേക്ക്. ഡാൻ ചേർന്നു. ഡാൻ, ആരോപണങ്ങൾ ഈ തരത്തിൽ ഉന്നയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാണ്. സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിയുക എന്നതടക്കം പറയുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളൊരു സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ അത്തരത്തിലാണോ? ഡാൻ കുര്യനിലേക്ക് വരാം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഒരല്പം മുൻപ് സംസാരിച്ചത്
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ്. ആരാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് എന്നതുപോലും വ്യക്തമല്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഡാൻ, പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റിമേഷൻ നൽകുകയോ അറിയിപ്പോ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പോലീസ് ആസ്ഥാനത്തല്ല, റാന്നിയിൽ ആണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു, സൂചനകൾ വരുന്നു. അറസ്റ്റ് ഉണ്ടായേക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാം. ആ തരത്തിലാണോ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില ഡയറക്ഷൻസ് നൽകിയിട്ടുണ്ട്, പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കേസിലെ ആരോപണ വിധേയർക്കും അതോടൊപ്പം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘത്തിനും. അതിന് നേതൃത്വം നൽകുന്നത് ADGP H. വെങ്കടേഷാണ്. അദ്ദേഹം ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒരു കാരണവശാലും അന്വേഷണത്തിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതുവരെ പുറത്ത് ഒരു തരത്തിലും ചർച്ചയാകാൻ പാടില്ല, അങ്ങനെ ഒരു പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും ഉദ്യോഗസ്ഥരോടും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഈ അന്വേഷണം സുതാര്യമായിട്ടാണ് നടക്കുന്നതെങ്കിൽ കരുതാമെങ്കിലും നമുക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരോട് ഇതിനോടകം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ സൂചനകൾ അനുസരിച്ച് ഇത് കൃത്യമായി ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കോൺസ്പിറസിയുടെ ഫലമായിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ മാറ്റി അവിടെ ചെമ്പുപാളികൾ അവിടെ തിരികെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 474 ഗ്രാം സ്വർണം കൈവശപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിരുന്നു. പക്ഷേ ആ സ്വർണം 474 ഗ്രാം സ്വർണം പിന്നെ എന്ത് ചെയ്തു എന്നത്, അതായത് ആ സ്വർണത്തിന്റെ ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി അത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, അത് ശബരിമലയിൽ നിന്നുള്ള സ്വർണം, അതാണ് അതിന്റെ ഏറ്റവും വലിയ മൂല്യം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആരാണ് ഇതിന് പിന്നിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും ബിനാമിയാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. എന്തായാലും വൈകാതെ അത് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചേക്കാം. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി, ഔദ്യോഗികമായ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നു എന്ന കാര്യം മാത്രമാണ് സ്ഥിരീകരിക്കാവുന്ന വിവരമായി പ്രത്യേക അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്നു. റൈറ്റ്, ഡാൻ കുര്യൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9 ഉദ്യോഗസ്ഥരും ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകൾ മുന്നോട്ട് പോകുമോ, അതോ പ്രത്യേക ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ നടപടിക്രമം പാലിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തും പരിശോധന നടത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്തെത്തിയത്. ശശി നാരായണൻ ചേരുന്നു. ശശി, എത്ര സമയമാണ് പരിശോധന ഉണ്ടായിരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? അപർണ, ഉച്ചയോട് കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ SP ശശി എന്ന നേതൃത്വത്തിലുള്ള സംഘം 3 പേരടങ്ങുന്ന സംഘം സന്നിധാനത്തെത്തിയത്. സന്നിധാനത്ത് അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഫയലുകളാണ് പ്രധാനമായും പരിശോധിച്ചതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ ഉണ്ടായ ജസ്റ്റിസ് KT സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയ വിശദമായ പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും ക്രമക്കേടുകൾ നേരത്തെ നടന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുള്ള എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ സംഘം പരിശോധിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് കൂടി ഇവർക്ക് ഈ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു പരിശോധനയാണ് നടക്കുന്നത്. കാരണം ഈ ദേവന് ലഭിച്ചിട്ടുള്ള സ്വത്തുവകകൾ, അത് ദേവസ്വത്തിന്റെ ലഭിച്ചിട്ടുള്ള ഈ സ്വത്തുവകളുടെ വിവരങ്ങൾ, അതായത് രജിസ്റ്ററുകളും മകസറുകൾ, ഇതെല്ലാം ആണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഫയലുകളാണ് പരിശോധിച്ചെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിപുലമായ ഒരു പരിശോധന ശബരിമലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 2019 ദേവസ്വം ബോർഡ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാന പട്ടികയിൽ വന്ന സാഹചര്യത്തിലാണ് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്ന വിവരം കൂടി നമുക്ക് എന്തായാലും പരിശോധന തുടരുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപർണ, റൈറ്റ്, സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പരിശോധന സന്നിധാനത്തും പ്രത്യേക അന്വേഷണ സംഘമെത്തി പരിശോധന നടത്തിയതിന്റെ വിശദാംശങ്ങൾ ശശി നാരായണൻ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം പരിഹാരമാകാതെ തുടരുന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് സർക്കാർ. വിവാദത്തിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും സർക്കാർ ആവർത്തിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത്. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിനിടയില്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഹിജാബ് ധരിക്കാതെ എത്താമെന്ന് കുട്ടി സമ്മതപത്രം നൽകിയാൽ മാത്രം സ്കൂളിൽ തുടരാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഇതുവരെ സമ്മതപത്രം നൽകിയിട്ടില്ല. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കുട്ടി ഇതുവരെ സ്കൂളിൽ തിരിച്ച് പ്രവേശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഭീഷണിയുടെ ശബ്ദം വേണ്ട എന്ന് സ്കൂളിന്റെ അഭിഭാഷകയോടും ഒപ്പം PTA പ്രസിഡന്റിനോടും മന്ത്രി പറയുകയും ചെയ്യുന്ന സ്ഥിതിക്ക് പക്ഷേ മറ്റ് പ്രതികരണങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ? അപർണ, ഈ വിവാദത്തിൽ ഇന്ന് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിൽ പറഞ്ഞ പരാമർശങ്ങൾ, അതിന് ഉടൻ തന്നെ മറുപടി പറയുന്ന രീതിയിലേക്കെല്ലാം പോയപ്പോൾ അത് കാര്യങ്ങൾ കുറച്ചുകൂടി കർശന സ്വഭാവത്തിലേക്ക് മന്ത്രി നിലപാടെടുക്കേണ്ട രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരികയും എല്ലാം ചെയ്തിരുന്നു. പിന്നീട് മാനേജ്മെന്റ് യാതൊരു രീതിയിലുള്ള ഒരു പ്രകോപനവും ഇനി ഉണ്ടാക്കേണ്ടതില്ല, അല്ലെങ്കിൽ മറ്റൊരു മറുപടിയും നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് അടക്കം നീങ്ങുന്നു എന്നൊരു സൂചനകൾ ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നും ആ വിദ്യാർത്ഥി ഇന്നും ക്ലാസ്സിൽ വന്നില്ല. അല്പസമയം മുൻപ് അവരുടെ പിതാവുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാക്കുന്നത് അടുത്ത ദിവസങ്ങളിലും കുട്ടി ക്ലാസ്സിൽ വരാതിരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അവർ പറഞ്ഞത് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആവശ്യങ്ങളുള്ളത് കൊണ്ട് 2 ദിവസത്തേക്ക് അവധി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ മറ്റ് വിഷയങ്ങൾ
സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുന്നത് ഹിജാബ് ധരിക്കുന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു സമ്മതപത്രം പിതാവിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് അധ്യയനം തുടർന്ന് പോകാനടക്കമുള്ളൊരു സാഹചര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. കാരണം സ്കൂളിൻ്റെ എന്താണ് അവരുടെ നിയമാവലി അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ നിൽക്കുന്നത്. അതിന് 2018 കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിയും ഇത്തരം കാര്യങ്ങളിൽ ചില നിലപാടുകൾ എടുത്തുവെങ്കിൽ കൂടിയും അതിനെ വീറ്റോ ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന രീതിയിലേക്ക് സ്കൂൾ അധികൃതരും വന്നതോടുകൂടിയാണ് വീണ്ടും ഇത് മന്ത്രിയും സ്കൂൾ മാനേജ്മെൻറ്റും ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. ഇതിനിടയിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ MP-യുടെ നേതൃത്വത്തിലടക്കം നടത്തിയ ചില മധ്യസ്ഥ ശ്രമങ്ങൾ, അതിൽ തങ്ങൾ സ്കൂളിലെ നിലപാടുകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന രീതിയിൽ കുട്ടിയുടെ പിതാവ് പറയുകയുണ്ടായി. പിന്നീട് അവരുമായുള്ളൊരു ആശയവിനിമയം നടക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ പോകുന്നു എന്നത് തന്നെയാണ്. എങ്കിലും ഒരു സമ്മതപത്രം അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് അടക്കം നിലനിൽക്കുന്നത്. എന്നാൽ അതിൽ വേണ്ട രീതിയിലേക്ക് ഒരു ചർച്ചകളിലേക്ക് കുടുംബവുമായിട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് കുടുംബത്തിൻ്റെ ചില അസൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ചില അനൗപചാരികമായ രീതിയിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ ആഴ്ചയോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തിൽ പരിഹാരം മന്ത്രി സൂചിപ്പിച്ചതുപോലെ സ്കൂളിനകത്ത് വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച ചെയ്ത പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് സൂചന. സ്കൂളിലെ നിയമാവലികൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അവിടെ തന്നെ തുടർന്ന് പഠിപ്പിക്കാം എന്നതെല്ലാം തന്നെയാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. എന്നാൽ അതിൽ എന്താണ് തങ്ങളുടെ അഭിപ്രായം പുതിയതായി, കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മന്ത്രി അടക്കം ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും സ്കൂൾ മാനേജ്മെൻറ്റ് അതിനോട് മറുപടി കൊടുക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ പുതിയൊരു നിലപാട് എന്താണ്, അതിൽ ഇക്കാര്യങ്ങളിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അവരുടെ ഒരു നിലപാടനുസരിച്ചുകൊണ്ട് യൂണിഫോം അതിൽ സമ്മതപത്രം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിലേക്ക് പുതിയൊരു ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നത് തന്നെയാണ്. അതിൽ ഏതെങ്കിലും രീതിയിലൊരു സമ്മതപത്രം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കണം. എന്നാൽ അതിനുവേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഡാനി, ഇനി പ്രതികരണങ്ങളില്ല, പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോകും, അതായിരുന്നല്ലോ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഹൈക്കോടതി വിധി അനുസരിച്ചുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇവർക്ക് ലഭിക്കുന്നതിനായി നിയമപരമായ നടപടിയിലേക്ക് പോകുമെന്ന് സ്കൂൾ പറഞ്ഞത്, അത് അക്ഷരാർത്ഥത്തിൽ അതുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇന്നലെ അത്തരമൊരു പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതാണ്. തങ്ങൾ ഈ രീതിയിലേക്ക് തങ്ങളെ ഒരു ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നിയമപരമായ ഒരു പരിരക്ഷ സ്വാഭാവികമായും തങ്ങൾക്ക് ലഭിക്കാം. അതിനെ നേരത്തെയുള്ള ഹൈക്കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ അത് പറഞ്ഞത്. കാരണം നിലവിലൊരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. സ്കൂൾ യൂണിഫോം അതൊരു വിദ്യാർത്ഥി ധരിക്കേണ്ട ധാർമ്മികതയും സംബന്ധിയായ കാര്യങ്ങളിലും ഒരു വിധി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ തങ്ങൾക്കും ലഭിക്കും, തങ്ങളുടെ വിദ്യാലയത്തിന് ലഭിക്കാനുള്ള മുഴുവൻ സാധ്യതയും ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മന്ത്രിയുടെ പ്രസ്താവനയടക്കം എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിനിടയിലും ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ അടക്കമുള്ള കാര്യങ്ങളിൽ അവരുമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ ഒരു മുന്നോട്ട് പോക്ക് ഇത്തരം സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നതിനേക്കാൾ ഉചിതം ഇത്തരം കാര്യങ്ങളിൽ ഒന്നുകൂടി ചർച്ചയാകാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പരവപ്പെട്ടിട്ടുള്ളതെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം അത്തരം കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ചർച്ചകൾ അവിടെ നടക്കുന്നു, ഈ വിഷയം കഴിഞ്ഞു എന്ന് തന്നെയാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിനൊരു ഔദ്യോഗികമായൊരു പ്രഖ്യാപനം അത് ഏത് രീതിയിലാണ് എന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥിയെ അവിടെ തന്നെ തുടർന്ന് പഠിക്കുകയാണോ, അതോ ഈ രീതിയിൽ സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരുകയാണോ, അതോ സ്കൂൾ വിടുതലാണോ, ഏതാണ് അവർ ഈ രീതിയിലേക്ക് ചേരുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഏതായാലും അതിന് ഒരു വരും ദിവസങ്ങളിൽ മാത്രമേ, നിലവിൽ ഇതുവരെയും കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഔദ്യോഗികമായിട്ട് തന്നെ സ്കൂളിന് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ആദ്യഘട്ടത്തിൽ MP-യോട് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. മന്ത്രിയുടെ അടക്കമുള്ള പ്രസ്താവനകൾ വന്നു, സ്കൂൾ മാനേജ്മെൻറ്റ് അടക്കമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അടക്കം വന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു തീരുമാനം ഇതിൽ വളരെ നിർണായകം തന്നെയാണ്. അവരുടെ ആ നിയമാവലി അനുസരിച്ച് അവിടെ തുടരുമോ, അതോ സ്കൂൾ വിട്ട മറ്റിടത്തേക്ക് പോകാനാണോ തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില രീതിയിലെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അവിടെ തുടരുക എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ, ഈ ആഴ്ചയോടുകൂടി തന്നെ അത്തരം കാര്യങ്ങളൊരു വ്യക്തത വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഡാനി പോളൻ ആണ് വിവരങ്ങൾ നൽകുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സ്കൂൾ അധികൃതർ കടക്കുന്നില്ല. പക്ഷേ സമ്മതപത്രം രക്ഷിതാക്കൾ ഇതുവരെ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല. ഏത് തരത്തിലേക്കാണ് കടക്കുന്നത് എന്ന് വരും മണിക്കൂറുകളിൽ ചിത്രം വ്യക്തമാകുമെന്ന് കൂടി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.
മറ്റൊരു വാർത്ത, പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ 2 അധ്യാപകർക്ക് സസ്പെൻഷൻ. ക്ലാസ് ടീച്ചർ ആശ, പ്രധാന അധ്യാപിക ലിസി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്. പല്ലൻ ചാത്തന്നൂർ സ്വദേശി അർജുൻ ക്ലാസ് ടീച്ചറുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തുവെന്നാണ് ആരോപണം. അതേസമയം കുട്ടിക്ക് വീട്ടിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നതായി സ്കൂൾ അധികൃതരും പറയുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. രാവിലെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ലെന്ന് വ്യക്തമാക്കി KSU നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസമാണ് പല്ലൻ ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്ത് വന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലടയ്ക്കുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. സഹപാഠികളും ഇതേ ആരോപണം ഉന്നയിച്ചു. അതേസമയം അർജുനന് വീട്ടുകാരിൽ നിന്ന് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ ആരോപണം. വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചതോടെ ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാന അധ്യാപിക ലിസിയെയും അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കുഴൽമന്ദം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. ന്യൂസ് 18 പാലക്കാട്. ജി സുധാകരനെതിരെ കുറ്റപത്രമായി പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പാർട്ടി അച്ചടക്ക നടപടിയും പരാമർശിക്കുന്ന രേഖയാണ് പുറത്തുവന്നത്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി എച്ചലാം SDPIക്കാരനാണെന്ന പ്രചാരണത്തിൽ ജി സുധാകരൻ മൗനം പാലിച്ചെന്നും മണ്ഡലത്തിലെ ചുമതലക്കാരനെന്ന നിലയിൽ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നതടക്കമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചതും ദീർഘകാല സേവനവും പരിഗണിച്ചാണ് പരസ്യ ശാസനയിൽ ഒതുക്കിയതെന്നും രേഖയിൽ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടായപ്പോഴും ആലപ്പുഴ ജില്ലയിൽ സീറ്റുകൾ ജയിച്ച സീറ്റുകളിൽ പോലും വലിയ പിന്നോട്ടുപോക്ക് പാർട്ടിയുടെ വോട്ടുകൾ ഉണ്ടായെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴയിൽ പ്രത്യേകിച്ചും ജി സുധാകരന്റെ പ്രവർത്തനങ്ങളിൽ വലിയ കുറവുണ്ടായി, വീഴ്ചകളുണ്ടായെന്ന് അവിടുത്തെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം അറിയിച്ചു. അങ്ങനെയാണ് CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതി യോഗം അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വീഴ്ചയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമും സംസ്ഥാന സെക്രട്ടറി അംഗമായ KJ തോമസ് ഉടനെ കമ്മീഷനെയാണ് അന്ന് ഇതിനായി നിയോഗിച്ചത്. സുധാകരന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സമിതിക്ക് കമ്മീഷൻ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗുരുതര വീഴ്ച സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സ്ഥാനാർത്ഥി എക്സലാം SDPIക്കാരനാണെന്ന പ്രചരണം വലിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ അന്ന് മന്ത്രി കൂടിയായിരുന്ന മുതിർന്ന നേതാവ് ജി സുധാകരൻ ശ്രമിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആലപ്പുഴയിൽ ചെങ്ങന്നൂരും മാവേലിക്കരയും മാത്രമേ ജയിക്കാൻ പോകുന്നുള്ളൂ, മറ്റുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി തോൽക്കാൻ പോവുകയാണെന്ന പ്രചരണം പ്രസ്താവനകൾ പല കമ്മിറ്റികളിലും സുധാകരൻ നടത്തിയത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിന് പൂർണ്ണ ഉത്തരവാദിത്തമാണ് പാർട്ടി സുധാകരൻ നൽകിയത്. പക്ഷേ അദ്ദേഹം ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റിയില്ല. ഫണ്ട് പിരിവും അദ്ദേഹത്തിന് ലഭിച്ച ഫണ്ട് കൂടി ചെറിയൊരു ഭാഗം മാത്രം അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി നൽകുകയും ബാക്കി മറ്റു മണ്ഡലങ്ങൾ നൽകുകയും ചെയ്തു. അത് തന്നിഷ്ടപ്രകാരമായിരുന്നു. പാർട്ടി DC സെന്ററിന്റെ അനുമതിയോടെ ആയിരുന്നില്ല. അവിടെ സാമ്പത്തിക വലിയ ബുദ്ധിമുട്ട് മണ്ഡലം കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നപ്പോഴും സുധാകരൻ സഹായിച്ചില്ല തുടങ്ങി വലിയ ആരോപണങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ 33 സ്ഥാനാർത്ഥികളെ 2 തവണ മത്സരിച്ചിട്ട് മാറ്റാൻ CPM തീരുമാനിച്ചപ്പോൾ, നിലവിലുള്ള MLA-മാരെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അമ്പലപ്പുഴയിൽ ഒരു തവണ കൂടി എനിക്ക് അവസരം കിട്ടുമെന്ന് സുധാകരൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വരാതെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും ശരീരഭാഷയിലുമൊക്കെ അതൃപ്തി പരസ്യവുമായിരുന്നു. അത്തരം വലിയ വീഴ്ചകൾ സുധാകരന്റെ ഭാഗത്ത് ഉണ്ടായെങ്കിലും ഒരു മുതിർന്ന നേതാവെന്ന നിലയിലും അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചുമാണ് പരസ്യ ശാസ്ത്രീയ നടപടി ഒതുക്കിയതെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. ഏതായാലും ഇപ്പോൾ സുധാകരനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഘടകങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സജി ചെറിയാനെതിരെ വലിയ വിമർശനം ഇന്നലെ സുധാകരൻ ഉന്നയിച്ചിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുധാകരനെതിരെ നിലപാട് രംഗത്ത് വന്നിരുന്നു. പ്രാദേശിക നേതാക്കളൊക്കെ അതൃപ്തിയിലാണ്. ആ ഘട്ടത്തിൽ കൂടി സുധാകരന്റെ എതിരെയുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് സുധാകരനെ ഇനി അങ്ങനെ
സഹിച്ചു മുന്നോട്ട് പോകേണ്ട എന്ന CPM-ന്റെ നിലപാട് പ്രഖ്യാപനമായി കൂടി കാണേണ്ടതുണ്ട്. സുധാകരൻ ഇപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് അംഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരംതാഴ്ത്തലിലേക്കൊന്നും പോകാൻ CPM-ന് കഴിയില്ല. അല്ലെങ്കിൽ സുധാകരനെ അങ്ങനെ പാർട്ടിക്ക് പുറത്താക്കാനും CPM തയ്യാറാകില്ല. പക്ഷേ സുധാകരൻ ഇനി അങ്ങ് വകവെച്ച് കൊടുക്കേണ്ട, നിരന്തരം പാർട്ടിക്ക് തലവേദനയുണ്ടാക്കുന്ന ആളായി തന്നെ സുധാകരനെ കാണാനുള്ള CPM-ന്റെ തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് റിപ്പോർട്ട് ഈ ദിവസങ്ങൾ തന്നെ പുറത്തു വന്നത്. ജി സുധാകരനെതിരെ 4 വർഷം മുൻപെടുത്ത നടപടിയെക്കുറിച്ചുള്ള രേഖ ഇപ്പോൾ പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. പാർട്ടി ഇക്കാര്യം അന്വേഷിക്കും. പാർട്ടി രേഖ രഹസ്യ സ്വഭാവമുള്ളതാണ്. പാർട്ടിയും സുധാകരനെ തമ്മിൽ തെറ്റിക്കാൻ കൃത്യമായ ആസൂത്രണം നടക്കുന്നതായും ആർ നാസർ പ്രതികരിച്ചു. നമ്മൾ ചർച്ച ചെയ്ത് ഒരു പരാതിസ്ഥാനത്ത് അന്വേഷണം വെച്ച് പാർട്ടിയിലെ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചു. എന്തെങ്കിലും അവസാനിപ്പിച്ചു. ഇനിയിപ്പം അതിപ്പോൾ വന്ന് എന്തായാലും എനിക്കറിയില്ല, അത് അന്വേഷിക്കും. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള അന്വേഷിക്കും. ആ റിപ്പോർട്ട് അങ്ങനെ ആരുടെയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ല, വർഷങ്ങളോളായില്ല. അതാരാണ് ബോധപൂർവ്വം കൊടുക്കുന്നതാണ്. അതാരാണത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ ഇതിനകത്ത് ആരോ അതിൻ്റെ പുറകിലുണ്ട്. എന്താ വെച്ചാൽ ആരോ പുറകിലുണ്ട്. സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അതിനുള്ള പ്ലാനോട് കൂടി നടത്തുന്ന ആരെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? ജി സുധാകരനെ അനുനയിപ്പിക്കാൻ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി CPM നേതാക്കൾ. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ, CS സുജാത എന്നിവർ പുന്നപ്രയിലെ വീട്ടിലെത്തിയാണ് സുധാകരനുമായി ചർച്ച നടത്തിയത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ചർച്ച ഒരു വശത്ത് നടക്കുമ്പോഴും ഇത്രയും രഹസ്യ സ്വഭാവമുള്ള രേഖ പുറത്തു വരുന്നു. അത് തമ്മിൽ തെറ്റിക്കാനായി നടത്തുന്ന ഗൂഢാലോചനയാണ് എന്ന് CPM നേതാക്കൾ പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കുമോ? ജി സുധാകരൻ ഇതേത് തരത്തിലേക്ക് പോകുന്നു? ഒരു പാച്ചപ്പിനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സൈബർ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ജി സുധാകരൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ജി സുധാകരൻ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ പാർട്ടിയുടെ നേതൃരംഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല, മറിച്ച് രാഷ്ട്രീയമായി അദ്ദേഹത്തെ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ജില്ലാ സമ്മേളനം വന്നപ്പോൾ പോലും അതിൽ പങ്കെടുപ്പിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ സുധാകരനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ജില്ലയിലെ പാർട്ടി നേതൃത്വം ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള അപമാനങ്ങൾ CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, CPM DC അംഗങ്ങൾ, ഒപ്പം തന്നെ പാർട്ടി അംഗങ്ങളായിട്ടുള്ള മറ്റാളുകൾ ഒക്കെ ഇങ്ങനെ ഒരു ഗ്യാങ് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഒരു സൈബർ ആക്രമണം നടത്തുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ജി സുധാകരന്റെ ഒരു സ്വതവേയുള്ള ഒരു ശൈലിയിൽ നിന്ന് അദ്ദേഹം പല കാര്യങ്ങളും പറയുമ്പോൾ ഈ ഒരു കുറച്ചു കാലമായി അതിന് വളരെയധികം ടാർഗറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്നും സുധാകരനെതിരെ വലിയൊരു സൈബർ ആക്രമണം നേരിടുകയും ചെയ്യുന്നു. 2 തവണ അദ്ദേഹം പോലീസിൽ പരാതി നൽകി. മാത്രമല്ല CPM ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് പലതവണ അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത് കാണിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ തന്നെയുള്ള ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായ മിഥുൻ അദ്ദേഹത്തെ വളരെയധികം അപഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ ഉൾപ്പെടെ പ്രതിപാദിച്ചുകൊണ്ട് വളരെ മോശമായ ഒരു പോസ്റ്റ് ഇട്ടു. അതോടുകൂടിയാണ് ഇത് വലിയ രീതിയിൽ വീണ്ടും സുധാകരനെ പ്രകോപിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അദ്ദേഹം അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അതിൽ തന്നെ സജി ചെറിയാനും CS സുജാതയും അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അടക്കമുള്ള ജില്ലയിൽ താൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന അവർ എന്തുകൊണ്ട് തന്നെ ഇത്രയധികം അവഹേളിക്കുന്ന സമയത്ത് ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം വന്നു. സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണം, KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ സർക്കാരിനെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെ വിമർശിച്ചത് തെറ്റായി പോയി എന്നുള്ള രീതിയിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ അടക്കം ഇന്നലെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ ഒരു ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ജി സുധാകരൻ കൃത്യമായി സജി ചെറിയാനെ അടക്കം ഈ കാര്യത്തിൽ വിമർശിച്ച മറുപടി പറയുമ്പോൾ പോലും ജി സുധാകരനെ മറ്റൊരു രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു രേഖ, അതായത് അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 4 വർഷം മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മീഷനെ വെച്ച് പരിശോധിച്ച ആ രേഖ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപർണ ഏറ്റവും ശ്രദ്ധേയം. അതായത് ജി സുധാകരൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തന്നെ എത്ര പ്രകോപിപ്പിച്ചും പുറത്തേക്ക് ചാടിക്കാൻ പലരും നോക്കുന്നുണ്ട്, പക്ഷേ താൻ പുറത്തേക്ക് പോകുമെന്ന് ആരും കരുതേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് എന്ന് പാർട്ടി പറയുന്നു. പാർട്ടിയെയും സുധാകരനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഗൂഢാലോചന
നടത്തുകയാണ് ഒരു വിഭാഗം എന്നാണ് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ വരെ പ്രതികരണം. ശരണ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം ഇടവേളയ്ക്ക് ശേഷം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇന്ത്യ. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യയുടെ മുൻഗണനയെന്നും ഊർജ്ജ ഇറക്കുമതി സാമ്പത്തിക നേട്ടത്തെ അടിസ്ഥാനമാക്കിയാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ ജനതയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും താൽപര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് റഷ്യയും പ്രതികരിച്ചു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ശരിവെക്കുന്ന തരത്തിലാണോ അതോ ഈ വിഷയത്തിനകത്ത് വളരെ കരുതലോടുകൂടിയുള്ള ഒരു പ്രതികരണം നടത്തുന്നു ഇന്ത്യ? ഏത് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്? അപർണ, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന രാജ്യത്ത് വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. അതായത് ഇന്ത്യക്ക് അമേരിക്കയെ ഭയമാണോ, ഡൊണാൾഡ് ട്രംപിന് ഭയമാണോ എന്ന ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയെ ചുമതലപ്പെടുത്തിയത് എന്ന മറുചോദ്യം കൂടി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല, ഇന്ത്യയുടെ നയതന്ത്രപരമായ ഒരു തീരുമാനത്തിൽ ഇന്ത്യ പ്രതികരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിന് അവിടെ നിന്നുകൊണ്ട്, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്താമെന്ന് ഇന്ത്യ തീരുമാനിച്ചുവെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയെന്നും പറയാൻ സാധിക്കുക എന്ന ചോദ്യം കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉയർന്നു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം നിർണായകമാകുന്നത്. ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കുക എന്ന് തന്നെയാണ് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ ലാഭത്തിനു വേണ്ടി തന്നെയാണ്. ഉപയോക്താക്കളുടെ ലാഭം മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴും വില എന്നതാണ് ഞങ്ങൾക്ക് പ്രധാനം. ഇപ്പോൾ ലോകത്ത് സുസ്ഥിരമായ ഒരു ഘടനയല്ല എണ്ണ ഇറക്കുമതികളിൽ തുടരുന്നത്. പല രാജ്യങ്ങളിലും എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ തുകയാണ് നിലനിൽക്കുന്നത്. അതിലേറ്റവും ലാഭകരമായ ഇറക്കുമതി എവിടെ നിന്നാണോ സാധ്യമാകുന്നത് അവിടെ നിന്നാകും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുക എന്നതാണ് ഇപ്പോൾ പ്രതികരണമായി വന്നിട്ടുള്ളത്. മറ്റൊന്ന്, അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണം, ഡൊണാൾഡ് ട്രംപുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം നടന്നിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജയ്സ്വാൾ നൽകിയിട്ടുള്ള മറുപടി, അങ്ങനെ ഇന്നലെയോ ഇന്നോ ഏതെങ്കിലും തരത്തിലൊരു ടെലിഫോൺ സംഭാഷണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതായി അറിയില്ല എന്നുകൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്നതാണ്. ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിച്ചു കൊള്ളാം എന്ന കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. KP അഭിലാഷ് വിവരങ്ങൾ നൽകിയതിൽ ട്രംപിനെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും രാജി സമർപ്പിച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് രാജി. നാളെ 10 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. മനു ഭരത് ചേർന്നു. മനു, വിവരങ്ങൾ. മുഖം മിനുക്കലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് BJP ഗുജറാത്തിൽ നടത്തുന്നത്. നാളെ മന്ത്രിസഭ പുനഃസംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായി ഇപ്പോൾ നിലവിലുള്ള 16 മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നു. 17 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി മാത്രമാണ് ഉള്ളത്. നാളെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ, ഏതാണ്ട് 23ഓളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 10ഓളം പേർ പുതുമുഖങ്ങളായിരിക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ ചില പേരുകൾ ഇപ്പോൾ വരുന്നത്, അൽപേഷ് ഠാക്കൂറിൻ്റെ പേര് വരുന്നുണ്ട്. BJPയിലെത്തിയ അൽപേഷ് ഠാക്കൂറിന് ഇത്തവണ ഒരു മന്ത്രിസ്ഥാനം നൽകും എന്ന ഒരു സൂചന ലഭിക്കുന്നു. അതേപോലെ തന്നെ ജഡേജയുടെ ഭാര്യ റിബാബെ ജഡേജയ്ക്കും ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ പുതിയ മന്ത്രിമാർ വരും. ഇപ്പോൾ നിലവിൽ ഗുജറാത്ത് മന്ത്രിസഭയിൽ 17 മന്ത്രിമാരാണുള്ളത്. അതിൽ 7 പേർക്ക് ക്യാബിനറ്റ് പദവികളുണ്ട്, 9 പേരോളം സഹമന്ത്രിമാരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ പുതിയ മന്ത്രിസഭാ വികസനം എന്നത് ഒരു ഗുജറാത്ത് സഭയുടെ ഒരു ശക്തി കണക്കാക്കുമ്പോൾ 27ഓളം 15% കണക്കാക്കുമ്പോൾ 27ഓളം മന്ത്രിമാരെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ആ നിലയിലുള്ള കൂടുതൽ വികസനം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ 2027 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ BJP 98 മുതലുള്ള ഒരു തുടർ ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതിരിക്കാനുള്ള കനത്ത ശ്രമം BJP നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്.
അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കുക എന്നത് തന്നെയാണ് തന്ത്രം. ഇവിടെ BJPയെ പരസ്യമായി തന്നെ സമ്മതിക്കുന്ന ഒരു വലിയ വിഷയം അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വളർച്ചയാണ്. കോൺഗ്രസിനെ ഒരു വലിയ ശക്തിയായി BJP ഗുജറാത്തിൽ കാണുന്നില്ല. ഇനി അതിനുള്ള സാധ്യത ഇല്ല എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. സ്വാഭാവികമായും 2 പാർലമെൻറ്റ് സീറ്റ് കോൺഗ്രസിനുണ്ടെങ്കിൽ കൂടിയും അവർ അവിടെ ഒരു വലിയ ശക്തിയല്ല എന്ന ഒരു നിലപാടാണ് BJPക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയെ തടയുക എന്നൊരു നിലപാട് ശക്തമായി ഉണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 13% വോട്ടുകൾ നേടുകയും നിയമസഭയിലേക്ക് 5 പേരെ ജയിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും 2025 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അവിടെ ആം ആദ്മി പാർട്ടിക്ക് വിശ്വാവദർ മണ്ഡലത്തിൽ നിന്ന് 17,000 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ആം ആദ്മി പാർട്ടിക്ക് തടയുക എന്നുള്ളതാണ്. പല അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ അവിടെ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ കോട്ടൺ പരുത്തിയുടെയും ഒക്കെ വിലയെ സംബന്ധിച്ച്, അതിൻ്റെ വില ഇടിവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പഞ്ഞിയുടെയും അതുപോലെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വിലയിടിവ് അവിടെ വലിയ വിഷയമായി ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ അത് ജനങ്ങൾക്ക് ഒരു അനുകൂല നിലപാടുണ്ടാക്കാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം ജാതി സമവാക്യങ്ങൾ ഗുജറാത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ പല ജാതി വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്താനായി അവർക്കൊക്കെ ചില ഇളവുകൾ നൽകിക്കൊണ്ട് അവരുടെ പ്രാതിനിധ്യം ഈ പുതിയ മന്ത്രിസഭയിൽ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം BJPക്കുണ്ട്. അപ്പോൾ ഒരു വശത്ത് ആം ആദ്മി പാർട്ടിയെ തടയുക, മറുവശത്ത് ഈ ജാതി സമവാക്യങ്ങൾ വളരെ കൃത്യമാണ്. അതായത് മനു ഈ പറഞ്ഞു വരുന്ന പോലെ തന്നെ ഈ OBC പാർട്ടിദാർ പ്രാതിനിധ്യമൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കൂടുതൽ സമുദായ പ്രാതിനിധ്യം ഉൾപ്പെടുത്തുക, ഒപ്പം യുവാക്കൾക്കും പരിചയസമ്പന്നർക്കും ഒപ്പം യുവാക്കളെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തുക. അതാണോ ഒരുപക്ഷെ പുതിയ മന്ത്രിസഭയുടെ ഒരു ഏകദേശ ചിത്രം ആ തരത്തിൽ തന്നെ ആയിരിക്കുമോ? അതെ, 10ഓളം പുതുമുഖങ്ങൾ ഉണ്ടാകും. അതാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഈ ജഡേജയുടെ ഭാര്യ റിവാബ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങൾ ഉണ്ടാകും. അൽപേഷ് ഠാക്കൂറിനും മന്ത്രിസ്ഥാനം ലഭിക്കും. ഈ ജാതി സമവാക്യം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. പാട്ടിന്താർ കലാപത്തിൻ്റെ അനുഭവങ്ങൾ ഗുജറാത്തിന് മുന്നിലുണ്ട്. അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു വോട്ട് കേന്ദ്രീകരണം ഈ രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നൊരു ഒരു സംസ്ഥാനം എന്ന നിലയിൽ ആ വിഭാഗങ്ങളെ എല്ലാം വിശ്വാസത്തിലെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം BJP സർക്കാരിനുണ്ട്. മാത്രമല്ല ഗുജറാത്ത് BJP സംബന്ധിച്ചിടത്തോളം ഒരു ഈറ്റില്ലമാണ് എന്ന ഒരു പേര്, അതായത് ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെ BJPക്ക് പറയാവുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഉണ്ടാകുന്ന നഷ്ടം BJPയെ ദേശീയ തലത്തിൽ തന്നെ ബാധിക്കും എന്നത് ഒരു പ്രധാന ഘടകമാണ്. കാരണം അമിത്ഷായായാലും അല്ലെങ്കിൽ നരേന്ദ്രമോദി ആയാലും ഒക്കെ കേന്ദ്രത്തിൽ ശക്തമായ മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത കൂടി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിച്ചു. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. KV ബൈജു തത്സമയം ചേരുകയാണ്. ബൈജു, ഏത് രീതിയിലായിരുന്നു ഉപരോധ സമരമുണ്ടായത്? ചർച്ചകൾ നടക്കുന്നുണ്ടോ അതിനുശേഷം? അപർണ, സംസ്ഥാനത്തിന്റെ നോവാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. നമുക്കറിയാം, പതിറ്റാണ്ടുകളോളമായി വലിയ ദുരിതം പേര് ജീവിക്കുന്നതാണ്. ഇപ്പോഴും ഇവരോട് സർക്കാരിന്റെ അവഗണന തുടരുന്നു എന്നതാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ അവസാനമായി കാണുന്ന ഈ ദൃശ്യങ്ങൾ. ഇതിൽ അമ്മമാരും അതുപോലെ തന്നെ ദുരിതബാധിതരും ഇത്തരത്തിൽ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ 1031 പേരെ പാക്കേജിൽ ഉൾപ്പെടുത്തിയെന്ന് 2024 ജൂലൈയിലാണ് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഇവർക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നു. പക്ഷേ ഈ സമയം വരെ ഇവർക്ക് ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. പ്രധാനമായും ഇവർ പറയുന്നത് ചികിത്സാ സഹായമെങ്കിലും തങ്ങൾക്ക് അനുവദിക്കണമെന്നാണ്. കാരണം അത്രത്തോളം ഒരു സങ്കടാവസ്ഥയിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ളത്. ഈ 1031 പറയുന്ന ഒരാൾക്ക് പോലും ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഇവരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി ഇവരെ ഇത്തരത്തിൽ ആനുകൂല്യം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഇവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കലക്ടറെ കാണാനായി ഇത്തരത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും അമ്മമാരും എത്തുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലത്തിലൊന്നുമല്ല. അവർ ആ
അമ്മമാർ തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കലക്ടറെ മണിക്കൂറുകളോളം ഉപരോധിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 5 മണിക്കൂർ തീരുമാനം വന്നത് 1 മാസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകും ഭരണകൂടത്തിന്റെ എന്നാണ്. അങ്ങനെ ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ അവർ തിരിച്ചുപോയത്. കാരണം അവർക്ക് കൂടുതൽ സമയം ഇത്തരത്തിൽ ഇവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഈ കാര്യത്തിൽ വലിയ വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ലൈവ് 6 പൂർണ്ണമാകാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.